ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് മാഗി വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാഗി നമ്മൾ വളരെ രുചികരമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുത്തതിന് ശേഷം ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞ് നമുക്ക് വഴറ്റാം. അതിലേക്ക് പിന്നെ പച്ചമുളക്, ഒരു തക്കാളി, ഇത്രയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്കൊരു അല്പം ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, കാരണം മാഗിക്കകത്ത് അതിൻ്റെ മസാലയിലൊക്കെ ഉപ്പുണ്ട്. ശകലം ഉപ്പിട്ടതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി, ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഇത് ചേർക്കുന്നത്, അധികം എരിവൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിൻ്റെ മാഗിക്കകത്തെ മസാല ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പാക്കറ്റ് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട, നമുക്ക് അതിനകത്തേക്ക് ഒരു അല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ടൊന്ന് ചിക്കിയെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ആ മുട്ടയൊന്ന് നന്നായിട്ട് ചിക്കി തോർത്തി നമുക്ക് മറ്റേ സവാളയും തക്കാളിയൊക്കെ ഉള്ള മിക്സുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊരു 1-2 മിനിറ്റ് കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വരണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർക്കണം, എന്നാലേ നമ്മുടെ മാഗി നന്നായിട്ട് വെന്ത് വരുത്തുള്ളൂ. ഒരു കഷ്ണം മാഗിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് പൊടിച്ച് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അത് നമുക്ക് ഇനിയൊന്ന് അടച്ച് വെച്ച് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മാഗിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് യോജിപ്പിക്കാം. നമുക്ക് വീട്ടിലുള്ള ചെറിയ കൊച്ചു കൊച്ചു സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഇത്ര രുചികരമായിട്ട് മാഗി ഉണ്ടാക്കുന്നത്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് ഓഫ് ചെയ്ത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ വെച്ച് മാഗി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.